എന്റെ ശവത്തി ചവിട്ടിയെ അവന്മാർക്ക് കല്ലറ തുറക്കാൻ പറ്റൂ. നീ ഒന്ന് അടങ്ങ്. അച്ഛന് പേടിയാണെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. എന്റെ പിള്ളേരുണ്ട് നാട്ടില്, നട്ടൽ വാഴപ്പിണ്ടിയാക്കാത്തവര്. നോക്കിക്കോ എന്താ കാണാൻ പോകുന്നതെന്ന്. IG ശരത്ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപപ്പെട്ടതോടെയാണ് കേരളത്തെ നടുക്കത്തിലാക്കി ഈ പിതാവേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ എപ്പോ വന്നു? കുറച്ചു നേരമായി. ആ, അച്ഛൻ ഇരിക്കെ. തിരുമേനി, നമ്മുടെ ഇടവകയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓ, ആ കല്ലറ പൊളിക്കുന്ന വിഷയത്തില് പിതാവിന്റെ അഭിപ്രായം അറിയണം. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണല്ലോ. പിന്നെ അതൊരാവശ്യമാണെങ്കിൽ നടക്കട്ടെ. ഇടവകക്കാർക്കാണ് തൃപ്തിയുള്ള കാര്യമല്ല. ഇടവകക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണല്ലോ അച്ഛനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഞാൻ പറയാഞ്ഞിട്ടല്ല, വിശ്വാസത്തിന്റെ കാര്യമല്ലേ. പിന്നെ നമ്മുടെ നിയമം അനുവദിക്കുന്ന കാര്യമല്ലല്ലോ. അച്ചോ, കാനൻ നിയമവും ലോ ഓഫ് ലാൻഡും കൂട്ടിക്കുഴയ്ക്കണ്ട. രണ്ടിന്റെയും അതിര് രണ്ടാ. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പിന്നെ മരിച്ചവരും വിശ്വാസികളായിരുന്നല്ലോ. അവരുടെ വിശ്വാസത്തിനുള്ള പ്രതിഫലമല്ല അവർക്ക് കിട്ടിയതെങ്കിൽ അത് സഭയുടെ ധാർമ്മികതയ്ക്ക് എതിരല്ലേ? അതല്ല, എന്നാലും അവര് പറയുന്നത് അടക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കർത്താവ് ഉയർത്തിക്കുമെന്നല്ലേ. വിശ്വാസികളെ വേദനിപ്പിച്ചിട്ട് ഇങ്ങനൊരു കാര്യം. ലോകത്തിലെ എല്ലാ വിശ്വാസികളും എതിര് നിന്നാലും സത്യവിശ്വാസത്തിന്റെ പാതയിൽ നിന്നും കർത്താവ് തിരിഞ്ഞു നടക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അതില്ല. ഒരു കല്ലറ പൊളിച്ചാൽ കേടുവരുന്ന വിശ്വാസത്തിന് അത്ര ഉറപ്പേ ഉള്ളൂ. അവർ പൂർണ്ണ വിശ്വാസികളായിട്ടില്ല. അവരെ ശരിയായ വിശ്വാസത്തിന്റെ പാതയിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചുവിടേണ്ടത് അച്ഛന്റെ കടമയാണ്. അങ്ങനെ തന്നെയാണ്. ആ, അപ്പൊ അച്ഛൻ സമാധാനമായി പോയാട്ടെ. തിരുവിഷ്ടം നടക്കും, അതേ നടക്കൂ. അച്ചോ, അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ടായാൽ അത് പോലീസ് നോക്കിക്കോളും. അച്ഛനെ കൊണ്ടാവുന്ന രീതിയിൽ അച്ഛനൊന്ന് ഇടപെടൂ. So. എന്തായി കാര്യങ്ങൾ? എല്ലാം ഓക്കെയാണ് സർ. SP സാറിന്റെ നേതൃത്വത്തിൽ കല്ലറ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയാണ് സർ. സാർ, എതിർപ്പുണ്ടായാൽ കല്ലറ തുറക്കുന്നത് നീട്ടിവെക്കുമോ? നെവർ. അല്ലെങ്കിൽ തന്നെ എതിർക്കുന്ന എന്തിനാ? അഥവാ എതിർപ്പുണ്ടായാൽ ഞങ്ങൾ ഫോഴ്സിനെ ഉപയോഗിച്ച് കല്ലറ തുറക്കും. ഇറ്റ് ഈസ് ഫിക്സ്ഡ്. മാധ്യമങ്ങളിൽ നിന്ന് പോലീസ് ഇക്കാര്യം മനഃപൂർവ്വം മറച്ചു വെച്ചതിന്റെ പേരിൽ സർക്കാരിന്റെ കള്ളക്കളികളുണ്ടോ? അന്വേഷണത്തിന്റെ ഭാഗമായി പോസ്റ്റ്മോർട്ടം നടത്തണം. അതിന് കല്ലറ തുറക്കാതെ വേറെ വഴിയില്ല. അതിലെന്ത് കള്ളക്കഥ? ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആവശ്യമില്ലാത്തേക്ക് എഴുതി പിടിപ്പിച്ച് സിറ്റുവേഷൻ വഷളാക്കരുത്. ഇത് കൊലപാതകമാണെങ്കിൽ അതിന്റെ പ്രതികളെ കണ്ടുപിടിക്കാൻ ഞങ്ങളോട് സഹകരിക്കണം. അപ്പോൾ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് കല്ലറ തുറക്കുമെന്ന് ഉറപ്പാണല്ലേ സർ? അതിന് വീണ്ടും പറയണം. സെമിത്തേരിയിൽ നടപടി തുടങ്ങിക്കഴിഞ്ഞു. സ്പോട്ടിൽ പോലീസും ഫോറൻസിക്കും ഉണ്ട്.
ഏതാനും നിമിഷങ്ങൾക്കകം കല്ലറ തുറക്കും. സാർ ഒരു കാര്യം മതി മതി തുറന്നുള്ള പ്രത്യേക മാറ് മാറ്. വരൂ സർ. സർ ജസ്റ്റിൻ, കൂടുതൽ ഡീറ്റെയിൽസ് റിപ്പോർട്ടേഴ്സിന് കൊടുക്കരുതെന്ന് പറയണം SP-യോട്. സർ പ്ലീസ്. പ്രശ്നമാവോടോ? ഒന്നുകൂടെ സംസാരിച്ച് നോക്കാം സാർ. വലിയ പ്രതിഷേധമാണല്ലോ അച്ചോ. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? പള്ളിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കെതിരായിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. പിന്നെ തിരുമേനി നിങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാർ, അവരുടെ പ്രതിഷേധം ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട. ആ കൂട്ടത്തിൽ ഈ ഇടവകയിൽപ്പെട്ട കൊള്ളാവുന്ന ഒരുത്തനുമില്ല. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ഇറങ്ങുന്ന കുറേ എണ്ണം എല്ലായിടത്തും കാണുമല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ അവന്മാരുടെ കുറെ വാലാട്ടികളും. ഓക്കെ, നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. അത് ഉറപ്പല്ലേ? ഇതെന്താ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം? പലയിടത്തും ഇങ്ങനെ കല്ലറ പൊളിച്ച് പരിശോധന നടത്തിയിട്ടുള്ളതല്ലേ? ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഇടവകക്കാരൊന്നുമല്ല, വേറെ ആരൊക്കെയാ. ഇടവകയിലുള്ള കുറച്ച് പേരുടെ സപ്പോർട്ട് ഇവർക്കുണ്ട്. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം അത്. കുഴപ്പമൊന്നും ആവില്ലല്ലോ. ഏയ്, ആവശ്യത്തിനുള്ള ഫോഴ്സ് ഉണ്ട്. നമ്മളായിട്ട് അങ്ങോട്ടൊരു പ്രൊവോക്കേഷൻ വേണ്ടെന്ന് കരുതിയിട്ടാ. എവിടെ വരെ പോകുന്നു നോക്കട്ടെ. എന്നാ പിന്നെ അവരോട് തുടങ്ങിക്കോളാൻ പറയും. പറയാം. സാർ ആ പേപ്പർ ഒന്ന് സൈൻ ചെയ്തേ. ഓക്കെ.
എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു. ഇനി ലാബിലെത്തിച്ച് ബാക്കി ടെസ്റ്റുകൾ ചെയ്യണം. ആയിക്കോട്ടെ. പ്രതിഷേധക്കാരെയെല്ലാം പറഞ്ഞു വിട്ടല്ലോ അല്ലേ? അതിനുവേണ്ടി ആരും ഇല്ലായിരുന്നല്ലോ അച്ഛൻ. മറ്റൊരു തരത്തിൽ ആ ബഹളമൊക്കെ നല്ലത് തന്നെയാണ്. ഞങ്ങളുടെ അന്വേഷണം ആരുടെയൊക്കെയോ മനസ്സമാധാനം കെടുത്തു എന്നല്ല അതിനർത്ഥം. എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ അച്ഛൻ. ആ, ഒരു കാര്യം കൂടെ. നിങ്ങളുടെ തന്നെ ഭാഷയെ പറഞ്ഞ ആ കൊണ്ടുപോയതൊക്കെ അന്വേഷണത്തിനുള്ള സാമ്പിൾസും മെറ്റീരിയൽസും ഒക്കെയാണ്. പക്ഷേ അതെൻ്റെ ഭാഷയിൽ പറഞ്ഞ കർത്താവ് വിളിച്ചുണർത്തുന്നതും കാത്തുകിടന്ന കുറച്ച് മനുഷ്യരുടെ അടയാളങ്ങളാണ്. അച്ഛൻ അറിയാവണ്ട, ഞങ്ങളുടെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് മുഴുവൻ റെസ്പെക്റ്റോടു കൂടി അത് അടക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സഹകരിക്കാം. താങ്ക്സ് അച്ഛൻ. ഈ സയനൈഡ് മരണങ്ങൾ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് തീർപ്പ് കൽപ്പിക്കുക വലിയ പ്രയാസമാണ്. മരണം കഴിഞ്ഞ് പബ്ലിക് ഇൻക്വസ്റ്റിനുള്ള കാലതാമസം തന്നെയാണ് കാരണം. ശരീരത്തിൽ വളരെ കുറച്ച് സമയം മാത്രമേ സയനൈഡ് തങ്ങി നിൽക്കുകയുള്ളൂ. പിന്നെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കിട്ടിയത് കുറച്ച് ബോൺസ് മാത്രമാണ്. ഇതിന് എത്രമാത്രം നമുക്ക് സയനൈഡിന്റെ അംശം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും കീടനാശിനികളാണെങ്കിൽ 2 വർഷം വരെയൊക്കെ അതിന്റെ അംശം എല്ലുകളിൽ തങ്ങി നിൽപ്പുണ്ടാവും. പക്ഷേ സയനൈഡിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പെട്ടെന്ന് തന്നെ ഇത് രാസപരിണാമം സംഭവിച്ച് അമിനോ തിയോസോൾ കാർബോക്സിലിക് ആസിഡ് ATCA എന്ന് പറയും. അങ്ങനെ ഒരു കോമ്പൗണ്ടായി മാറുകയാണ് ചെയ്യുക. ഇത് സാധാരണ രീതിയിൽ എക്സാമിൻ ചെയ്ത് കണ്ടെത്തുക വലിയ പാടാണ്. മാഡം പറയുന്നത് നമ്മൾ ഇത്രയൊക്കെ എഫർട്ട് എടുത്തിട്ട് നെവർ. മെഡിക്കൽ സയൻസ് ഓരോ നിമിഷവും പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില DNA അനാലിസിസ് വഴിയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് ഹോപ്പ്, അല്ലേ? തീർച്ചയായും. സയനൈഡ് എങ്ങനെ ഇത്ര പെട്ടെന്ന് മരണത്തിന് കാരണമാവുന്നത്? പ്രാണവായുവിന്റെ വിതരണം നിലച്ചു പോവുകയാണ് സംഭവിക്കുക. സോ ഹൃദയവും മസ്തിഷ്കവും ഒക്കെ പ്രവർത്തനരഹിതമാകും. 15-20 മിനിറ്റൊക്കെയാണ് മാക്സിമം സർവൈവ് ചെയ്യാൻ പറ്റുക. സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. വേറെന്തെങ്കിലും? നത്തിങ്. ഓക്കെ, കാണാം. താങ്ക് യു മാഡം. താങ്ക് യു. കടുവാക്കുന്നേൽ വക്കച്ചൻ. അതെ, ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ സാർ? കൂടത്തായിൽ നടന്ന ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഞങ്ങൾ. ഇത് സെർച്ച് വാറന്റ്. ഈ കേസുമായിട്ട് എനിക്കെന്താ ബന്ധം? അത് വക്കച്ചനോട് ഞങ്ങൾ തന്നെ പറഞ്ഞു തരണോ? എല്ലാ സ്ഥലവും സെർച്ച് ചെയ്യണം സർ. ഒരു ഡോക്യുമെന്റ്സും മിസ് ചെയ്യരുത് സർ. വാ, വേഗം മുകളില്. നമുക്ക് കുറച്ച് നാട്ടു വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. വക്കച്ചൻ ഇരിക്കൂ. ഇരിക്കൂ വക്കച്ച. ഇരിക്കടോ. വക്കച്ചന്റെ ഭാര്യ ഇവിടെ ഇല്ലേ? പള്ളിയിൽ പോയിരിക്കുക. ഇടവക ധ്യാനം നടക്കുക. നന്നായി. അവര് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളൊന്നുമല്ല എനിക്കറിയേണ്ടത്. ഹലോ, ഇങ്ങനൊരൈറ്റം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലേ? വേറെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഈ ത്രില്ലർ ഒന്ന്
ഫിനിഷ് ചെയ്തോട്ടെ. ഓ ആയിക്കോട്ടെ. എനിക്ക് ഈ മുറിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. അതിനുശേഷം നമുക്ക് CA സാറിനെ ഒന്ന് കാണേണ്ടി വരും. കാണാം. അല്ല, വക്കച്ചന്റെ ഫോൺ എവിടെയാ? ദേ അവിടെ ഇരിപ്പുണ്ട്. ഏയ് ഇരിക്ക്, ഞാനെടുത്തോളാം. ഇപ്പോഴും ഈ പഴയ നോക്കിയ ഫോണാണ് ഉപയോഗിക്കുന്നത്. ഡോളി പുതിയ ഫോണൊന്നും വാങ്ങി തന്നില്ലേ? എനിക്കെന്തിനാ അവള് വാങ്ങിത്തരുന്നേ? ഡോളി നമ്മുടെ ആരാ? മകന്റെ ഭാര്യ. വക്കച്ചന് വലിയ സ്നേഹമാണല്ലേ ഡോളിയോട്? അത്ര വലിയ അടുപ്പമൊന്നുമില്ല. ഫോൺ വിളിക്കാറുണ്ടോ? വല്ലപ്പോഴും. എന്നാലും എത്ര തവണ? ആഴ്ചയിലെ 1-2 തവണ. ഏതാ നമ്മുടെ നമ്പർ? 9447132569. ഡോളിക്ക് ഒരു രഹസ്യ നമ്പർ ഉണ്ടല്ലോ. എനിക്കറിയത്തില്ല സർ. കള്ളം പറയുന്നോ? തനിക്കറിയില്ലേ? താൻ അതേ നമ്പറിലേക്ക് വിളിച്ച കോളിന്റെ ലിസ്റ്റ് ആയത്. ഒരു ദിവസം 15 തവണ വരെ വിളിച്ചിട്ടുണ്ട്. ഡോളി ആരെന്നാ പറഞ്ഞു? മകന്റെ ഭാര്യ. ഒരു ദിവസം 15 തവണയൊക്കെ വിളിച്ച് മകന്റെ ഭാര്യയോട് ഇതിനു മാത്രം എന്താ സംസാരിക്കാനുള്ളത്? എനിക്ക് അവളെ വലിയ ഇഷ്ടാ. നല്ല സ്നേഹമുള്ള കുട്ടിയാ. എന്റെ പെറ്റാ. അതുകൊണ്ട് വിളിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വിളിക്കും. കൂടുതൽ കോളുകളും രാത്രിയിലെ വിളിച്ചിട്ടുള്ളത്. ചിലത് പാതിര കഴിഞ്ഞു. കിടന്നിട്ട് ചിലപ്പോ ഉറക്കം വരത്തില്ല സാറേ. അപ്പൊ ഒരു നേരം പോക്കിന്. എന്റെ പൊന്നു വക്കച്ച, നേരം പോക്കിന് നട്ടപ്പാതിരാത്തേക്ക് മകന്റെ ഭാര്യ തന്നെ വിളിക്കണോ? ഈ അസുഖം തുടങ്ങിയിട്ട് എത്ര കാലായി? നിങ്ങൾ അപ്പനും മകനും തമ്മിൽ എങ്ങനെയാ? അടുപ്പോ? പാലക്കൂട്ടത്താവുമ്പോ ഷാജി അപ്പന്റെ ഫോണിൽ വിളിക്കോ? ഇല്ല. ഒരിക്കലും വിളിച്ചിട്ടില്ല? ഇല്ല. അപ്പൻ മോനെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടോന്ന്? ഇല്ല. അതെങ്ങനെയാ? അപ്പച്ചനെ മോന്റെ ഭാര്യയെ വിളിച്ച് സമയം കിട്ടിയിട്ട് വേണ്ടേ മോനെ വിളിക്കാൻ? ഷാജി, വക്കച്ചൻ ഡോളിയെ നിരന്തരം ഫോണിൽ വിളിക്കുന്ന കാര്യം തനിക്കറിയോ? സാറേ, ഞാൻ അതൊന്നും അന്വേഷിക്കാറില്ല. അതെന്താ? അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ. എന്നാലും ഈ വിളിയിലൊരു പന്തികേട് തോന്നില്ലേ? അത് സാർ ഒരു യാഥാസ്ഥികനായോണ്ട് തോന്നുന്നതാ. അപ്പച്ചനും ഡോളിക്കുമില്ലേ അവരുടെ ഇൻഡിവിജ്വൽ ലിബർട്ടി. ഓക്കെ, സാരമില്ല. ഒരൊറ്റ ചോദ്യം, ഒരേ ഒരു ഉത്തരം. ഡോളിയുടെ ഏതെങ്കിലും ഒരു ഓപ്പറേഷന് വക്കച്ചൻ സഹായിച്ചിട്ടുണ്ടോ? പിന്നെ നോ. ഒരൊറ്റ ഉത്തരം, ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഗുഡ്.
കൂടുതൽ തെളിവുകളുമായി ഞങ്ങൾ ഇനിയും വരും. അപ്പോഴും ഇതൊക്കെ തന്നെ പറയണം കേട്ടോ. ശരി വക്കച്ച, ഭാര്യ ധ്യാനം കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക. കാണാം. സാറേ സാറേ, ആ 2 പെൺകുട്ടികളെ സാർ എടുത്തായിരുന്നു, വീട്ടി നന്ദകുമാറിന്റെ. അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഫിനിഷ് ചെയ്തില്ല. ഫിനിഷ് ആക്കാം. ഡോളിയുടെ കൂടെ ഇരുത്തി ഞങ്ങൾ പിന്നീട് നന്നായിട്ട് വായിപ്പിക്കാം. വക്കച്ചോ, ഞങ്ങൾ വന്ന കാര്യം ഡോളിയെ വിളിച്ചു പറഞ്ഞേക്കണേ. എപ്പോഴും ഫോൺ വിളിക്കുന്ന ആളല്ലേ. അപ്പച്ച, ഫോൺ വേണോ ഡോളിയെ വിളിക്കാൻ? നല്ല ബെസ്റ്റ് ഫാമിലി. വാടോ. സാമുവൽ ജോൺ IPS. പറയടോ. സാർ അറിഞ്ഞു കാണും, റോയിലേക്ക് എനിക്കൊരു ഡെപ്യൂട്ടേഷൻ കിട്ടി. ആ, DGP വിളിച്ചിരുന്നു തന്നെ വേഗം റിലീവ് ചെയ്യാൻ. സാറിന് അറിയാലോ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ അപ്ലൈ ചെയ്തതാ. ഇത്തിരി ചലഞ്ചിങ് ജോബാണ് സാർ. ഈ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴാ അതിനിടയിൽ തൻ്റെ ഒരു പിന്മാറ്റം. സോറി സാർ, എൻ്റെ കരിയറല്ലേ, എനിക്കത് നോക്കാതിരിക്കാൻ പറ്റൂ സാർ. മനസ്സിലായി. ദേ, കരിയർ ബിൽഡ് ചെയ്യുമ്പോഴേ തറയിൽ നിന്ന് കാല് പൊങ്ങാതെ നോക്കണേ കൂട്ടാ. അല്ലെങ്കിലേ മലർന്നടിച്ച് തറയിൽ തന്നെ വീഴും. സോറി സാർ, സോറി ഫോർ ദ ട്രബിൾ. ആ, ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ആ, താൻ പോയി രക്ഷപ്പെട്. ഓൾ ദ ബെസ്റ്റ്. അവൻ്റെയൊക്കെ ഒരു കരിയർ. മോനെ, വേണോ? തനിച്ചിപ്പോ അങ്ങോട്ട് പോണോമ്മ? ഇപ്പൊ ശരിക്കും പോഞ്ഞിരിക്കുക. ഒന്ന് ഊതി കൊടുത്താ കുറച്ച് കാനിലെങ്കിലും പുറത്ത് ചാടും. അവളുടെ മനസ്സെന്താന്ന് ചിലപ്പോൾ അറിയാൻ കഴിയും. എന്നാലും ഈ സമയത്ത് നിന്നെ അങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനായിരിക്കും? എനിക്കെന്തോ ആപത്ത് മടക്കുന്നു. ഉമ്മ ബേജാറാവണ്ട, ഒന്നും ഉണ്ടാവില്ല. ഞാൻ തലന്ന് പോയിട്ട് വരാം. സൂക്ഷിക്കണേ. ഡോളി ചേച്ചി,